പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചന പുസ്തകം 43 അധ്യായം 18-19 വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കുന്നു. മനോഹര വചനം ഓർത്ത് നോക്കിയേ. ദൈവം പറയുക, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കരുത്, പരിഗണിക്കരുത്. ഇന്നലകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് ഓർക്കണ്ട, ചിന്തിക്കേണ്ട. ചിന്തിച്ചാൽ ഒരു പക്ഷേ ഒത്തിരി നെഗറ്റീവ് അനുഭവങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് ഓർക്കാതെ കർത്താവിൻ്റെ മറ്റൊരു വചനം ഓർത്ത് 19 വാക്യം, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. എന്താ കാര്യം? അത് മുളയെടുക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതെന്താണ്? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. വിജനപ്രദേശ പാത, മരുഭൂമിയിൽ നദി. അതായത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പുതിയ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. കർത്താവ് പറയുന്നു, പഴയ കാര്യങ്ങൾ മറക്കുക, വീണ്ടും ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നെഗറ്റീവായ മുൻകാല അനുഭവങ്ങളാൽ പിന്നോട്ട് പോകുന്നതിന് പകരം മുന്നോട്ട് പോകണം. പുതിയതിനെ സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ പാതയിൽ വിശ്വസിക്കുവാനും അത് നമ്മെ ശക്തിപ്പെടുത്തും. ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു സന്ദേശമാണ് ഈ 2 വചനങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഭൂതകാലത്തിൽ വയ്ക്കുക, മുമ്പത്തെ കാര്യങ്ങൾ മറക്കുക, ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഒപ്പം തന്നെ എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്ന കർത്താവ് മരുഭൂമിയിൽ ഒരു വഴിയും വീണ്ടും അരുവി ഉണ്ടാക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്, ആ കർത്താവിനെല്ലാം സമർപ്പിക്കുക. എല്ലാ കാര്യവും നന്മയ്ക്കായി തമ്പുരാൻ പരിണമിക്കും. എന്തെന്നാൽ നമ്മുടെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 10 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദര സഹോദരി, ഭൂതകാലത്തെ കൊടുക്കുക. ഇതാ നാളെ ഭാവി നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. എങ്കിൽ നമ്മുടെ വിജയം മാത്രം ആഗ്രഹിക്കുന്ന കർത്താവ് നമുക്ക് വിജയം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളുടെ ദുഃഖങ്ങളെല്ലാം മറക്കുവാനും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഇന്ന് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വിജയം അങ്ങയുടെ കരങ്ങളിലാണെങ്കിൽ ദൈവമേ, വിജയം നൽകുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.